ഈ മമ്മൂട്ടിയുടെ കഴിഞ്ഞ ദിവസം ഫോട്ടോ വന്നിങ്ങനെ മമ്മൂട്ടി ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് തൊപ്പിയുണ്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് വയറൊക്കെ ഇങ്ങനെ ഒട്ടി നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പോലത്തെ ഒരു ഫോട്ടോ. അപ്പോൾ പ്രശ്നം പറ്റുന്നത് മമ്മൂട്ടി ഫാൻസ് വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ താല്പര്യമുള്ളവർ മക്കളുടെ സൂപ്പർ പടം അല്ല തന്നെ എല്ലാവർക്കും ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. മമ്മൂട്ടിയുടെ താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ ഫോട്ടോ കണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് അത്. അപ്പോൾ വേണ്ട അടുത്ത ഫോട്ടോ അടുത്ത ദിവസം ഈ മമ്മൂട്ടി അല്ലാതെ മമ്മൂട്ടിയോട് ഇഷ്ടമല്ലാത്തവരുണ്ട്, മോഹൻലാൽ ഫാൻസ് തന്നെ അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ അടുത്ത ഫോട്ടോ ഇട്ടേക്കുന്നത് മമ്മൂട്ടി ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നത്, അപ്പോൾ വയറിങ്ങനെ ഇച്ചിരി വേർതായിരിക്കുന്നത്. ഒരു ദിവസം 3 ദിവസം മുമ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇത്ര ഫ്ലാറ്റായിട്ട് എങ്ങനെ വയറ് വന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇതൊക്കെ ഫോട്ടോഷോപ്പ് ആണ്, അല്ലെങ്കിൽ ഒതുക്കി പിടിച്ചതാണ് എന്നുള്ള രീതിയിൽ. ഇത് ഫോട്ടോഷോപ്പ് ആണെങ്കിലും കൊള്ളാം, ഒതുക്കി പിടിച്ചതാണെങ്കിലും കൊള്ളാം. ഇനി ആ ബോഡി മമ്മൂട്ടിയുടെ അല്ലെന്ന് വിചാരിക്കുക, എന്നാലും ഒതുക്കി പിടിച്ച കേസ് എടുക്കാം, ഒതുക്കി പിടിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? ഇവര് ഈ പറയുന്ന ആളെ കൊണ്ട് പറ്റുമോ? ഒതുക്കിയൊക്കെ പിടിച്ച പൊട്ടി പോവും. എന്താ ഈ പറഞ്ഞ എത്രത്തോളം ഒതുക്കില്ല മേക്കപ്പിനെങ്കിൽ ഒരു പരിധിയില്ലെന്ന് പറഞ്ഞ പോലെ ഒതുക്കലിനൊക്കെ ഒരു പരിധിയില്ല, എത്ര വലിച്ചു കിട്ടും എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എന്നാലും പറ്റത്തില്ല, എപ്പോഴേ ചെയ്തേനെ ഇതൊക്കെ. അപ്പൊ അതൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫാൻസുകാർ ഇങ്ങോട്ട് അത് പറഞ്ഞു തരരുത്, അവർ വിട്ടേക്ക്, അതങ്ങ് വിടുക, അതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വേറെ സൈഡിൽ നിന്ന് വേറെ ആരെങ്കിലും ഒരു ബന്ധമില്ലാത്തവർ പറഞ്ഞു പോകും. പിന്നത്തെ കേസ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിൽ ഒതുക്കുക എന്ന് വിചാരിക്കുക. അപ്പോഴും വേറെ ചിലരെയൊക്കെ അങ്ങനെ ഒതുക്കിയാൽ എങ്ങനെ ഇരിക്കും ബാക്കി ശരീരം? ഇത് വയറ് മാത്രമല്ല ശരീരം, മനസ്സിലായി? ആ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക, മുഖത്ത് വരെ ഉണ്ട്, അറിയാനുണ്ട്, മനസ്സിലായി? കയ്യും കാലും എല്ലാം ഇങ്ങനെ നിൽക്കുക. ബാക്കി ഇത് മാത്രം ഒതുക്കി വെച്ചിട്ട് സാധനത്തിന് ഒന്ന് സങ്കല്പിച്ച് നോക്കി, മുഖമാണ് മരവിച്ചിരിക്കുക. അതെ, ആ പുള്ളി എങ്ങനെ പിടിച്ചോണ്ട് നിർത്തിയിട്ട് ഇത് ഞങ്ങൾ വയറ് മാത്രം ചൊട്ടിച്ചൊരു ഫോട്ടോ വന്ന് ഫോട്ടോഷോപ്പ് ചെയ്താലും കമന്റ് ഇടും. ഭയങ്കര കോമഡി ആയിരിക്കും അത്. എങ്ങനെ പറ്റിയത് മാത്രം ഒതുക്കിയാൽ മതിയോ? അല്ല ഇതെല്ലാം മൊത്തം മാറ്റി വേറെ ആളാന്ന് പറയത്തില്ലേ? ആ അത് പറ്റത്തില്ല. ഇതിനകത്ത് വയറൊന്ന് ഫോട്ടോഷോപ്പ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഫിറ്റാ, ക്ലിയർ. ആ പിന്നെ വേണ്ട, ഇനി ബോഡി മൊത്തം മാറ്റേണ്ട കേസ് ഞാൻ പറഞ്ഞു, തല മാത്രം വെട്ടി വെച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതേ ഫോട്ടോയിൽ തന്നെ നേരെ ഒന്ന് കട്ട് ചെയ്താൽ മോഹൻലാലിന്റെ പടം ഒന്നിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് കമന്റ് ഇടും. പിള്ളേരെ നിങ്ങൾ വലിയ സംഭവമാണ്, നിങ്ങൾ ഈ പറഞ്ഞ വലിയ കോമഡി പറയുന്നവരാ. ഏത് 3 ദിവസം മുന്നേ അങ്ങനല്ലല്ലോ, 3 ദിവസം കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ ചുമ്മാ കളിപ്പിക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്യും. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് 2 ഫോട്ടോ എടുത്തു, ഈ മമ്മൂട്ടിയുടെ ഫോട്ടോയുടെ അവിടെ കൊണ്ടുപോയി മോഹൻലാലിന്റെ നിന്റെയൊക്കെ നീയൊക്കെ ആരാധിക്കുന്ന ഭയങ്കരനായ മനുഷ്യന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ആരോടെങ്കിലും പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ പറ്റും? എല്ലാം തരാം, ഇവരെ അറിയാത്തവരെ കൊണ്ട് കാണിച്ചു നോക്കിയാൽ മതി, പുറത്തൊക്കെ അയച്ചു. ഓക്കെ, ഈ മമ്മൂട്ടിയുടെ കഴിഞ്ഞ ദിവസം ഫോട്ടോ വന്നിങ്ങനെ മമ്മൂട്ടി ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് തൊപ്പിയുണ്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് വയറൊക്കെ ഇങ്ങനെ ഒട്ടി നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പോലത്തെ ഒരു ഫോട്ടോ. അപ്പോ പ്രശ്നം പറ്റുന്നത് മമ്മൂട്ടി ഫാൻസ് വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ താല്പര്യമുള്ളവർ മക്കളുടെ സൂപ്പർ പടം അല്ല തന്നെ എല്ലാവർക്കും ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. മമ്മൂട്ടിയുടെ താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ ഫോട്ടോ കണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് അത്. അപ്പൊ വേണ്ട അടുത്ത ഫോട്ടോ അടുത്ത ദിവസം ഈ മമ്മൂട്ടി അല്ലാതെ മമ്മൂട്ടിയോട് ഇഷ്ടമല്ലാത്തവരുണ്ട്, മോഹൻലാൽ ഫാൻസ് തന്നെ അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇപ്പോഴത്തെ പിള്ളേര് അടുത്ത ഫോട്ടോ ഇട്ടേക്കുന്നത് മമ്മൂട്ടി ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നത്, അപ്പൊ വയറിങ്ങനെ ഇച്ചിരി വേർതായിരിക്കുന്നത്. ഒരു ദിവസം 3 ദിവസം മുമ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇത്ര ഫ്ലാറ്റായിട്ട് എങ്ങനെ വയറ് വന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇതൊക്കെ ഫോട്ടോഷോപ്പ് ആണ്, അല്ലെങ്കിൽ ഒതുക്കി പിടിച്ചതാണ് എന്നുള്ള രീതിയിൽ. ഇത് ഫോട്ടോഷോപ്പ് ആണെങ്കിലും കൊള്ളാം, ഒതുക്കി പിടിച്ചതാണെങ്കിലും കൊള്ളാം. ഇനി ആ ബോഡി മമ്മൂട്ടിയുടെ അല്ലെന്ന് വിചാരിക്കുക, എന്നാലും ഒതുക്കി പിടിച്ച കേസ് എടുക്കാം, ഒതുക്കി പിടിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? ഇവര് ഈ പറയുന്ന ആളെ കൊണ്ട് പറ്റുമോ? ഒതുക്കിയൊക്കെ പിടിച്ച പൊട്ടി പോവും. എന്താ ഈ പറഞ്ഞ എത്രത്തോളം ഒതുക്കില്ല മേക്കപ്പിനെങ്കിൽ ഒരു പരിധിയില്ലെന്ന് പറഞ്ഞ പോലെ ഒതുക്കലിനൊക്കെ ഒരു പരിധിയില്ല, എത്ര വലിച്ചു കിട്ടും എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എന്നാലും പറ്റത്തില്ല, എപ്പോഴേ ചെയ്തേനെ ഇതൊക്കെ. അപ്പൊ അതൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫാൻസുകാർ ഇങ്ങോട്ട് അതും പറഞ്ഞു തരരുത്, അവര് വിട്ടേക്ക്, അതങ്ങ് വിടുക, അതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വേറെ സൈഡിൽ നിന്ന് വേറെ ആരെങ്കിലും ഒരു ബന്ധമില്ലാത്തവർ പറഞ്ഞു പോകും. പിന്നത്തെ കേസ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിൽ ഒതുക്കുക എന്ന് വിചാരിക്കുക. അപ്പോഴും വേറെ ചിലരെയൊക്കെ അങ്ങനെ ഒതുക്കിയാൽ എങ്ങനെ ഇരിക്കും ബാക്കി ശരീരം? ഇത് വയറ് മാത്രമല്ല ശരീരം, മനസ്സിലായി? ആ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക, മുഖത്ത് വരെ ഉണ്ട്, അറിയാനുണ്ട്, മനസ്സിലായി? കയ്യും കാലും എല്ലാം ഇങ്ങനെ നിൽക്കുക. ബാക്കി ഇത് മാത്രം ഒതുക്കി വെച്ചിട്ട് സാധനത്തിന് ഒന്ന് സങ്കല്പിച്ച് നോക്കി, മുഖമാണ് മരവിച്ചിരിക്കുക. അതെ, ആ പുള്ളി എങ്ങനെ പിടിച്ചോണ്ട് നിർത്തിയിട്ട് ഇത് മതി ഞങ്ങൾ വയറ് മാത്രം ചൊട്ടിച്ചൊരു ഫോട്ടോ വന്ന് ഫോട്ടോഷോപ്പ് ചെയ്താലും കമന്റ് ഇടും. ഭയങ്കര കോമഡി ആയിരിക്കും അത്. എങ്ങനെ പറ്റിയത് മാത്രം ഒതുക്കിയാൽ മതിയോ? അല്ല ഇതെല്ലാം മൊത്തം മാറ്റി വേറെ ആളാന്ന് പറയത്തില്ലേ? ആ അത് പറ്റത്തില്ല. ഇതിനകത്ത് വയറൊന്ന് ഫോട്ടോഷോപ്പ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഫിറ്റാ, ക്ലിയർ. ആ
പിന്നെ വേണ്ട, ഇനി ബോഡി മൊത്തം മാറ്റുന്ന കേസ് ഞാൻ പറഞ്ഞു. തല മാത്രം വെട്ടി വെച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതേ ഫോട്ടോയിൽ തന്നെ നേരെ ഒന്ന് കട്ട് ചെയ്താ മോഹൻലാലിന്റെ പടം ഒന്ന് ഒട്ടിക്കും. ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് കമന്റ് ഇട്ട് പിള്ളേരെ, നിങ്ങൾ വലിയ സംഭവമാ. നിങ്ങൾ ഈ പറഞ്ഞ വലിയ കോമഡി പറയുന്നവരാ. ഏത് 3 ദിവസം മുന്നേ അങ്ങനല്ലല്ലോ, 3 ദിവസം കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ, ചുമ്മാ കളിപ്പിക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്യും. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് 2 ഫോട്ടോ എടുത്തു. ഈ മമ്മൂട്ടിയുടെ ഫോട്ടോയുടെ അവിടെ കൊണ്ടുപോയി മോഹൻലാലിന്റെ നിന്റെയൊക്കെ നീയൊക്കെ ആരാധിക്കുന്ന ഭയങ്കരനായ മനുഷ്യന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ആരോടെങ്കിലും പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ വല്ലതും തരാം. ഇവരെ അറിയാത്തവരെ കൊണ്ട് കാണിച്ചു നോക്കിയാൽ മതി. പുറത്തൊക്കെ കൊടുക്കും, അയച്ചു